ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലാണ്. ഓസ്ട്രേലിയയിലും നടക്കുന്നുണ്ട് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിലായാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പോലെയാണ് അവിടുത്തെ സെനറ്റ് ഇലക്ഷൻ. ഓസ്ട്രേലിയൻ തെരഞ്ഞെടുപ്പും കേരളവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ഒരു കൊല്ലംകാരനും മത്സരിക്കുന്നുണ്ട്. കൊല്ലം പട്ടത്താനത്തുള്ള ജേക്കബ് തരകൻ വടക്കേടത്ത് ലിബറൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ ജേക്കബ് തരകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജേക്കബ്, കേൾക്കാമോ? ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. അതായത് ഞങ്ങൾക്ക് ഇതൊരു അഭിമാന നിമിഷമാണ്. ഞങ്ങൾക്കല്ല, നമ്മൾ മലയാളികൾക്ക്. ഒരു കൊല്ലത്തുകാരൻ അങ്ങ് ഓസ്ട്രേലിയയിൽ സെനറ്റിലേക്ക് സ്ഥാനാർത്ഥിയാവുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിൽ അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ ചോദിക്കട്ടെ, നമുക്കിവിടെ ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് കാലമാണ്. എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ തെരഞ്ഞെടുപ്പ്? എപ്പോഴാണ് തെരഞ്ഞെടുപ്പ്? ഞാൻ മത്സരിക്കുന്നത് ഓസ്ട്രേലിയൻ ഫെഡറൽ സെനറ്റിലേക്കാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ അത് ഇക്വലന്റ് ടു രാജ്യസഭ. 3 വർഷത്തിലൊരിക്കലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നത് 2022 മെയ് മാസത്തിലായിരുന്നു. സോ ദ നെക്സ്റ്റ് ഇലക്ഷൻ ഇസ് ഡ്യൂ ഇൻ മെയ് നെക്സ്റ്റ് ഇയർ. 2025 മെയ്യിലേക്കാണ് ഇലക്ഷൻ. ഒരുപക്ഷെ ചിലപ്പം ഏപ്രിൽ ആയേക്കാം. ഇവിടുത്തെ ഒരു രീതി നമ്മുടെ നാട്ടിലെ പോലെ കാൻഡിഡേറ്റിനെ ഇലക്ഷൻ അടുക്കുന്നതിന് 1 മാസം 2 മാസം മുമ്പല്ല സെലക്ട് ചെയ്യുന്നത്. ദേ പ്രീ സെലക്ട് ദ കാൻഡിഡേറ്റ് 1 year in advance. പൊതുവേ ഉള്ള ഒരു രീതിയാണ്. സോ ഐ വാസ് പ്രീ സെലക്ടഡ് couple of weeks back, but the election will be held in May. അതാണ് ഇവിടുത്തെ സ്ഥിതി. ആ ഒരു സമയം അടുക്കുമ്പോഴേക്കേ ഉള്ളൂ ക്യാമ്പയിൻ, വളരെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നത്. ജേക്കബ്, അതേ ഒരു കൗതുകമുണ്ട്. അതായത് നമുക്കിവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെയാണ് കോൺഗ്രസ് ഒക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. ഇത് ഓസ്ട്രേലിയയിൽ 1 വർഷത്തിന് മുൻപ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു രസമുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ പ്രചാരണമൊക്കെ? ഈ നമുക്കിവിടെ കൊട്ടിക്കലാശമൊക്കെ ഉണ്ട്, അറിയാലോ അല്ലെ? അപ്പോൾ അവിടെ കൊട്ടിക്കലാശമൊക്കെ ഉണ്ടോ? പുറമേക്ക് ഒരു തെരഞ്ഞെടുപ്പ് ആണെന്നുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാവില്ല. തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പേ പുറമേക്കുള്ള പ്രചരണങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കുള്ളൂ. അതായത് നമ്മുടെ കോഫ്ലൂട്ട്സ്, അതായത് നമ്മുടെ ഈ ബാനേഴ്സ് ഒക്കെ റോഡിന്റെ സൈഡിൽ വെക്കാൻ അനുവദിക്കുന്നത് ജസ്റ്റ് 30 days ബിഫോർ ദി ഇലക്ഷൻ. അതിനു മുമ്പായിട്ട് നടക്കുന്നത് നിശബ്ദമായിട്ടുള്ള പ്രചരണമാണ്. അതായത് നമ്മുടെ ഫ്ലയേഴ്സ്, നമ്മുടെ ബ്രോഷേഴ്സ് വീടുകളിൽ ലെറ്റർ ബോക്സ് ചെയ്യുക. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് വീടുകളിൽ പോയി ഡോർ നോക്ക് ചെയ്ത് വോട്ടേഴ്സിനെ നേരിട്ട് സമീപിക്കുക. നമ്മുടെ നാട്ടില് ഒരു കാൻഡിഡേറ്റിനോട് കൂടി പാർട്ടി വർക്കേഴ്സ് ഒരു 30-40 ആൾക്കാർ കാൻഡിഡേറ്റ്സിനെ ഫോളോ ചെയ്തിട്ടാണ് ഓരോ വീടുകളിലും നമ്മൾ ക്യാമ്പയിൻ നടത്തുന്നത്. ഇവിടെ അങ്ങനെയല്ല. കാൻഡിഡേറ്റും കൂടിപ്പോയാൽ 1-2 പേരുമാണ് പിന്നെ വീടുകളിൽ പോയി ആൾക്കാരെ നേരിട്ട് കാണുന്നു. പിന്നെ ലെറ്റർ ബോക്സിങ്, അങ്ങനെയാണ് നമ്മുടെ സന്ദേശം എത്തുന്നത്. പുറമേക്കുള്ള ഈ മൈക്ക് അനൗൺസ്മെന്റ്സ് അല്ലെങ്കിൽ പബ്ലിക് പ്രൊസഷൻസ്, പബ്ലിക് മീറ്റിംഗ്സ് അങ്ങനെയൊന്നും തന്നെ ഇല്ല. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രതീതി, ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത് ക്ലോസർ ടു ദി ഇലക്ഷൻ. 1 month മുമ്പായിട്ടാണ് പുറമേക്ക് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്ന് ജനങ്ങൾ അറിയുന്നത്, പുറമേക്ക് ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നത് തന്നെ. ദാറ്റ്സ് എ ബിഗ് ഡിഫറൻസ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല. ഇലക്ഷൻ കമ്മീഷൻ വളരെ ക്ലോസ്ലി വാച്ച് ഹൗ മച്ച് മണി യു ക്യാൻ സ്പെൻഡ് ഫോർ ദ ക്യാമ്പയിൻ. അതെല്ലാം വളരെ ഓഡിറ്റഡ് ആണ്. അപ്പം നമുക്ക് ധാരാളം തുകയൊന്നും തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണ് അതിന്റെ സ്ഥിതി. അപ്പം ഈ കാലഘട്ടത്തിൽ അടുത്ത ഏപ്രിൽ വരെ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് പുട്ട് മൈ ഫ്ലയേഴ്സ് ഇൻ ദ ലെറ്റർ ബോക്സ്, മീറ്റ് പീപ്പിൾ അറ്റ് ദ ഷോപ്പിംഗ് സെന്റർ, ഡോർ നോക്ക് പീപ്പിൾ ആൻഡ് മീറ്റ് പീപ്പിൾ അറ്റ് ദ ഡോർ സ്റ്റെപ്പ്. പിന്നെ തെരഞ്ഞെടുപ്പ് അടുക്കാറാവുമ്പോൾ ഉള്ള പുറമേക്കുള്ള നമ്മുടെ ബാനേഴ്സ് ഒക്കെ, റോഡ്സ്, അതിനും ഒരുപാട് റൂൾസ് ഉണ്ട്. ട്രാഫിക് ലൈറ്റിന് 100 meters മുമ്പായിട്ട് വേണം ഇത് ബാനർ അടിച്ചു വെക്കാൻ. അതുപോലെ തന്നെ റോഡിന്റെ സൈഡിൽ നിന്ന് ഒരു 1.5 meter മാറി മറ്റ് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാത്ത രീതിയിലായിരിക്കണം ഈ ബാനേഴ്സ് വെക്കേണ്ടത്. നാഷണൽ ഹൈവേസിൽ ഈ ബാനർ വെക്കാൻ പാടില്ല. അപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ്. അപ്പോൾ അതൊക്കെ ബ്രീച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഹ്യൂജ് പെനാൽറ്റി ഉണ്ട്. അപ്പോൾ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട് ക്യാമ്പയിന്. നമ്മുടെ നാട്ടിലെ പോലെ കാടിളക്കിയുള്ള ഒരു പ്രചാരണമല്ല. നമ്മുടെ നാട്ടിൽ ഭയങ്കര കോലാഹലമാണ്. അതിനോ പബ്ലിക് പ്രൊസഷൻസും പിന്നെ പബ്ലിക് മീറ്റിംഗ്സും പിന്നെ വാഹനങ്ങൾ കയറിയുള്ള പ്രചരണമാണ്, മൈക്ക് വെച്ചിട്ടുള്ള. അത് വളരെ ഈസിയാണ്. കാരണം നമ്മളൊരു വാഹനത്തിൽ മൈക്ക് വെച്ച് പോകുമ്പോൾ ആ ഒരു സന്ദേശം ആയിരക്കണക്കിന് ചെവികളിൽ എത്തുകയാണ്. ഇവിടെ അത് പറ്റില്ല.
ആ ചെവികളിലെത്തണമെങ്കിൽ നിശബ്ദമായിട്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങിയുള്ള അതെ പ്രചാരണം. അതെ So it takes a lot of എന്തായാലും time. ജേക്കബ് It's ഒരുപാട് tough. വിശേഷങ്ങൾ നമുക്ക് അടുത്ത വർഷം ജേക്കബ് ജയിക്കുമ്പോൾ ജയിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ കഴിയട്ടെ. എന്തായാലും അഭിനന്ദനങ്ങൾ. താങ്ക് യു ജേക്കബ്. Thank you so much. Yes.